ഇന്ന് പാരീസിൽ നടക്കുന്ന നിർമ്മിത ബുദ്ധി ഉച്ചകോടിയിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംയുക്ത ആധ്യക്ഷം വഹിക്കും. ആഗോള AI നയങ്ങൾ രൂപപ്പെടുത്തുക, നവീകരണം, ധാർമ്മിക ഉത്തരവാദിത്തം ഉറപ്പാക്കുക എന്നിവയാണ് ഉച്ചകോടിയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ. 100-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ, ഗവേഷകർ, സംരംഭകർ എന്നിവരും പൊതുസമൂഹ പ്രതിനിധികളും ചേർന്ന് ഭരണനിർവഹണം, സമ്പദ്വ്യവസ്ഥ, മൌലികാവകാശങ്ങൾ എന്നിവയിൽ നിർമ്മിത ബുദ്ധിയുടെ സ്വാധീനത്തെക്കുറിച്ച് ചർച്ച ചെയ്യും. യുകെയിലും ദക്ഷിണ കൊറിയയിലും നടന്ന മുൻ AI ഉച്ചകോടികളെ അടിസ്ഥാനമാക്കി ആഗോള AI മാനദണ്ഡങ്ങൾ സ്ഥാപിക്കാനും ഉത്തരവാദിത്ത AI വികസനം പ്രോത്സാഹിപ്പിക്കാനും ശ്രമമുണ്ടാകും. ഫ്രാൻസിൽ ഉഭയകക്ഷി ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന പ്രധാനമന്ത്രി ഇന്ത്യയുടെ പുതിയ കോൺസുലേറ്റിന്റെ ഉദ്ഘാടനവും നിർവഹിക്കും. ഇന്ത്യയുടെയും ഫ്രാൻസിന്റെയും സഹകരണത്തിൽ നടപ്പിലാക്കുന്ന അന്താരാഷ്ട്ര തെർമോ ന്യൂക്ലിയർ എക്സ്പെരിമെന്റൽ റിയാക്ടർ പദ്ധതി പ്രദേശം പ്രധാനമന്ത്രി സന്ദർശിക്കും. ലോകമഹായുദ്ധങ്ങളിൽ ജീവത്യാഗം വരിച്ച ഇന്ത്യൻ സൈനികർക്ക് യുദ്ധസ്മാരകത്തിൽ പ്രധാനമന്ത്രി ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഒരുക്കിയ അത്താഴവിരുന്നിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. US വൈസ് പ്രസിഡന്റ് JD വാൻസിയുമായി പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തി. ഫ്രാൻസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ത്യൻ സമൂഹത്തിന്റെ ആവേശോജ്വല സ്വീകരണമുണ്ടായി. പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ കടുത്ത ശൈത്യം അവഗണിച്ച് ഇന്ത്യൻ സമൂഹം ആവേശത്തോടെയാണ് കാത്തിരുന്നത്. അവിസ്മരണീയമായ സ്വീകരണമാണ് പാരീസിൽ ലഭിച്ചതെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഫ്രാൻസ് സന്ദർശനം പൂർത്തിയാക്കി ദ്വിദിന സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബുധനാഴ്ച US തിരിക്കും.